ഇന്നലെ കോടതിയിൽ എനിക്ക് എവിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിചയത്തിന് മുകളിൽ ഞാനൊരു വസ്തുവിൽ ഒരു ഫോമിൽ ഒപ്പിട്ടതാണ്. ഇനി എൻ്റെ ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, പോലീസുകാർ പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കില്ല. ശരിയാണ്, അയാൾ പറഞ്ഞത് വാസ്തവമാണ്. അയാൾ ഒരു പണിയും ഉപേക്ഷിച്ചിട്ട്, ചിലപ്പോൾ ഷോപ്പുകാരനായിരിക്കാം, ഉപേക്ഷിച്ചിട്ട് കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അത് ഞാനും കരുതിയിട്ടുണ്ട്. ഞാനും SI ആണ്, യൂണിഫോം ഇട്ട് ഞാനും കോടതിയുടെ ഒരു സൈഡ് എന്നെ വിളിക്കുമെന്നുള്ളത് കൊണ്ട് നോക്കി ഇരിക്കുക. ഞാൻ യൂണിഫോമിലാണ് ഇരിക്കുന്നത്. കുറേ ആളുകളുണ്ട് കോടതിയിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഈ കോടതിയിൽ കുറച്ച് നല്ല കസേരയൊക്കെ ഇട്ടിട്ട് കുറച്ച് സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഇതാണ് ക്ഷണിതാക്കളല്ലേ, അവിടെയൊക്കെ വിളിച്ച് ഇവിടെ ഇരുത്തിക്കൂടെന്ന്. പക്ഷേ അവിടെ ഇത്ര ബുദ്ധിമുട്ടി തന്നെ ആളുകൾ പോകണം. ബുദ്ധിമുട്ടി പോയാലേ സത്യം പറയേണ്ട ആളുകളെ പോകുള്ളൂ. വെറുതെ നുണ പറയേണ്ട ആളുകൾ കോടതിയിൽ എത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ പോലീസിൻ്റെ ന്യായമായ കാര്യങ്ങൾക്ക് ന്യായമായ സപ്പോർട്ട് പൊതുജനങ്ങളിൽ നിന്ന് വേണം. കാരണം ഇപ്പോൾ എനിക്കറിയാം, അഡിക്ഷൻ സെൻ്ററിൽ നിന്നൊക്കെ വന്നിട്ട് ഉള്ള ആളുകളാണ് നിലവിലുള്ള നിയമത്തിൻ്റെ പഴുതുകളൊക്കെ, ഭരണഘടനാ അവകാശങ്ങളെ കുറിച്ചൊക്കെ അവരാണ് വാദോരാതെ അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ വന്ന് പറയുന്നവ നമുക്ക് തന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ വയ്യല്ല. അവരുടെ സംസാരങ്ങളൊക്കെ കേട്ടാൽ, കാരണം പെട്ടെന്ന് തന്നെ മൊബൈലിൽ ലൈവ് ഇടും എല്ലാം. അവർ ആരാണോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ്റെ മുകളിൽ ആരാണോ ആദ്യം ബഹളം വെക്കുന്നത് അവരുടെ ഭാഗത്തേക്കാണ് എല്ലാവരും പോവുക. പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് കാര്യങ്ങൾ വരുമ്പോഴേക്കും അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കില്ല. അപ്പോൾ അവിടെ തുറന്നു പറയാനുള്ള, നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട, പോലീസിന് സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ മുന്നോട്ട് വന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. അതിൽ ലാഭവും നഷ്ടവും നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ട് വരണം. അതിൽ കോടതിയിൽ ഒരു ദിവസം പോകേണ്ടി വന്നാൽ പോകേണ്ടി വരും. ഒരാൾ പറഞ്ഞാൽ മതി ഞാൻ വരില്ല എന്ന്. ഗതികേട് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഒരു പയ്യനെ വിളിച്ചത്, അയാളെ മുഴുവൻ കുടിയാനാണ് പിന്നീടാണ് മനസ്സിലായത്. പ്രശ്നക്കാരനായി മാറിപ്പോയി ഞാൻ അവിടെ നിന്ന് പിടിച്ചിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പയ്യോളി ടൗൺ പ്രദേശങ്ങൾ ഇപ്പോഴും ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റ ആഴ്ചയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് 2075ഓളം കേസുകളാണ് കേരളത്തിൽ NDPS ആക്ട് പ്രകാരം എല്ലാ ക്വാണ്ടിറ്റിയിലും പിടിക്കപ്പെട്ടത്. അതിൽ ഞാൻ പത്രത്തിൽ കണ്ട വാർത്തയാണ്, 3 ഗ്രാം മാത്രമാണ് ഇതിൽ ബ്രൗൺ ഷുഗർ ഉണ്ടായിരുന്നത്. ബ്രൗൺ ഷുഗർ 3 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 300 മില്ലിഗ്രാം പിടിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് പിടിച്ചിരിക്കുന്നത് പയ്യോളിയിൽ. കാരണം ബ്രൗൺ ഷുഗർ ഇവിടെ സുലഭമായിട്ട് ആളുകൾ ഉപയോഗിക്കാൻ വരുന്നു എന്നുള്ളത് നിങ്ങൾ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കിങ് ഓഫ് ദി മയക്കുമരുന്നാണ്. അതിൽ ഏറ്റവും കിങ് എന്ന് പറയുന്ന സാധനമാണിത്. കാരണം എത്രയോ അതിൻ്റെ വിഡ്രോവൽ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരിട്ട് കണ്ടതാണ്. ആൾ നിലത്ത് കടന്ന് റാട്ട് കറങ്ങും പോലെ കറങ്ങും. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ എന്തും ചെയ്യും. അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തും ചെയ്യാവുന്ന തരത്തിലുള്ള മയക്കുമരുന്നാണ്. അത് നമ്മളുടെ സാന്നിധ്യം നമ്മുടെ ടൗണിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ചിലപ്പം കുട്ടികൾ പറയുന്നുണ്ടോ, ഒരു ചെറുപ്പക്കാരായ കുട്ടികളുടെ ഇടയിലുള്ളൊരു ടെൻഡൻസിയാണ്. ഇപ്പം നമുക്കറിയാം, നിങ്ങളുടെ മക്കളൊക്കെ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ അവരെന്താ നല്ലോണം മാർക്ക് മേടിച്ചാൽ, നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് ഇയർ തന്നെ കൂടുതൽ മാർക്ക് മേടിച്ചാൽ അവർ പഠിപ്പികളും മോശക്കാരുമാണ്. അങ്ങനെയാണ് അതേ പറയും. നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ സ്കൂളിലുണ്ട് ഇതേ ആളുകൾ. കാരണം പഠിക്കാനൊന്നും വയ്യാതെ ഈ നന്നായിട്ട് പോയിക്കൊണ്ട് ആഗ്രഹിക്കുന്ന കുട്ടികളെ തേജോവധം ചെയ്ത് അവരെ മോശപ്പെടുത്തി, ഞാനും ഇങ്ങനെ ആയില്ലെങ്കിൽ മോശക്കാരനായി പോകുമെന്നുള്ള ചിന്ത കുട്ടികളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അവർ പഠിച്ചത് മോശമായി, നന്നായിട്ട് പഠിക്കുന്നത് മോശക്കാരനാവുന്നു എന്നുള്ള ചിന്തയാണ്. പെൺകുട്ടികളുടെ നിങ്ങൾക്കറിയാം, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൽ ആൺകുട്ടികൾ മാത്രമല്ല. ഇന്നത്തെ പത്രത്തിലും കണ്ടത് കർണാടകയിൽ കണ്ടത് എത്ര കിലോഗ്രാമായിട്ട് ആരെയാണ് പിടിച്ചേക്കണത്. ആണുങ്ങളെക്കാട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പെണ്ണുങ്ങളുടെ ഒരു പാർട്ടി നടക്കുകയാണെങ്കിൽ ആ പാർട്ടിയിൽ അവരുടെ വിഭവങ്ങളൊക്കെ പഴയ പോലെയൊക്കെ മാറി. അവരുടെ വിഭവങ്ങൾ ചിലപ്പോൾ ബീറും വോട്ടിയും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ SI എന്നുള്ള നിലയ്ക്ക് ഞാൻ പല മദ്യപിച്ച ആളുകളെ ഇന്നും പിടിച്ചിട്ടുണ്ട്, 2-3 ആണുങ്ങളെ. പക്ഷേ ഒരു പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ 2 സ്ത്രീകളെയൊക്കെയാണ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. അവരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ WBCനെ വെച്ചിട്ട് പോലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്ര വൾഗറായിട്ട് അവരുടെ പെരുമാറ്റം ഉണ്ടാവുക. അവരങ്ങനെയാണ്. അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. ലഹരി ഇന്നൊരു സാധാരണ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ കാണാൻ, നമ്മളെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ സൈഡിൽ ഇപ്പോൾ പണ്ട് വളരെ കുഞ്ഞു നാളിലൊക്കെ നമ്മൾ നോക്കിയാൽ മുണ്ടൊക്കെ ഇട്ടിട്ട് വളരെ രഹസ്യമായിട്ടൊക്കെ ആയിരുന്നു മദ്യം കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ നടത്തുമ്പോൾ സൈഡിൽ നിന്ന് മദ്യം കുളമ്പിയാൽ അതൊരു ഫാഷനാണ്, ഒരു സംഭവമായല്ല. അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലഹരി കഞ്ചാവ് ഉപയോഗിക്കുന്നവരൊക്കെ ടോളറൻസ് ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ ഉണ്ട്. അത് തടയണം. കാരണം എന്തായാലും നിങ്ങൾ എത്ര സത്യമാണ് കഞ്ചാവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എന്ത് ചെയ്യും, അതിൻ്റെ ക്രോണിക് യൂസ് എന്ത് ചെയ്യും, നിരന്തരമായ ഉപയോഗം ഭ്രാന്തനാക്കി മാറ്റും. ആ ഭ്രാന്തന്മാരെ പലരെയും കൈകാര്യം ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥ എന്നുള്ളത് എനിക്കറിയാം. ഓരോ വീടിൻ്റെ അവസ്ഥ എനിക്കറിയാം.
ആദ്യം തന്നെ അതിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആളെ പെണ്ണുങ്ങൾ മാത്രമാണ്, അമ്മമാര്, ഭാര്യമാര്. ഇപ്പോൾ ആദ്യം ഇങ്ങനെ 2022 ഇതിൻ്റെ ഒരു പ്രസൻസ് ഗവൺമെന്റ് പോലും മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഒരു 40-നും 45-നും താഴെയും 35-ന് മുകളിൽ 30-32 മുകളിലുള്ള ആളുകളും ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി, ഇതൊക്കെ ഒരു ഫാഷനാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ പെട്രോളിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ പിടിക്കപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ആദ്യം കുഞ്ഞു കുട്ടികൾ ഒരു 10, 12, 19, 20 വയസ്സുള്ള 22 വയസ്സുള്ള കുട്ടികളായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കുട്ടികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവരിതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും അറിയില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട എന്തെങ്കിലും കഥകൾ കേട്ടിട്ട് ഒരു സുഹൃത്തിൻ്റെ പ്രേരണ കൊണ്ട് അത് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. മദ്യം കഴിക്കുന്ന എല്ലാവരും മദ്യം വിൽപ്പനക്കാരായി മാറുന്നില്ല. 1-2 പേര്, അവർക്ക് തന്നെ ലിവർ ഇല്ല, അല്ലെങ്കിൽ വേറെ കിഡ്നി പേഷ്യൻറ്റ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ബിവറേജിൽ നിന്ന് 6 കുപ്പി മേടിച്ചുകൊണ്ട് പോയിട്ട് നാട്ടിൽ കൊണ്ടുപോയി വിറ്റിട്ട് കാശാക്കുന്ന വളരെ കുറഞ്ഞ ആളുകളാണ്. പക്ഷേ മയക്കുമരുന്നിൻ്റെ കാര്യം അങ്ങനെയല്ല. അതിൻ്റെ നമ്മൾ ഭീതിപ്പെടുത്തുന്ന കാര്യം അതാണ്. ഉപയോഗിക്കുന്നതിൽ 80% ഇതിൻ്റെ വിതരണക്കാരായി മാറുന്നു. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫിജി അല്ലെങ്കിൽ തരം ഒരാൾ 2 ആളെ ചേർത്ത്, 2 ആൾ 4 ആളെ ചേർത്ത്, അതേപോലെയാണ് ഇതും കൊണ്ടുപോയി കൊടുക്കുന്നത്. 80% പേരും ഇത് വിതരണക്കാരായി മാറാനുള്ള പ്രധാന കാരണം ഇതിന്റെ അവൈലബിലിറ്റി കുറവാണ്. മദ്യം കഴിക്കേണ്ടവർക്ക് തീർത്ഥയിലോ ബീവറേജിലോ പോയാൽ കിട്ടും, പക്ഷെ ഇത് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്ക് MDMA കിട്ടണമെങ്കിൽ അയാൾ 1 ഗ്രാം മേടിച്ചിട്ട് 200 mg അല്ല മില്ലിഗ്രാമിന്റെ 5 പാക്കറ്റായി അയാൾ എടുക്കും, ബാക്കി 4 എണ്ണം വിൽക്കും. ആർക്കാ വിൽക്കുന്നത്? നമ്മുടെ തൊട്ടടുത്ത അയാളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക്. അതിൽ 1 യൂസ് ചെയ്തവരുണ്ടാകും, 2 യൂസ് ചെയ്തവരുണ്ടാകും, പുതുതായിട്ട് എടുക്കുന്ന ഒരാളുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് തടയാൻ നമ്മളെ കൊണ്ടാകും പോലെ ഉള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. തകർന്നു കൊടുത്ത ഹൈവേ ഒക്കെ വന്ന് നമ്മുടെ ടൗണൊക്കെ ആകെ താറുമാറായത്, അങ്ങനെ പുനരുജ്ജീവിക്കേണ്ട ആവശ്യവും നിങ്ങൾ തന്നെയാണ്. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ശംസുദ്ദീൻ, ആഗ്ലൻ വാട്ടർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത്. ലഹരി വിമുക്തമാക്കാനുള്ള യജ്ഞത്തിൽ നിയമപാലകരോടൊപ്പവും ജനങ്ങളോടൊപ്പവും നമ്മൾ അണിചേർന്നുകൊണ്ട് ഒന്നിച്ച് പോരാട്ടം നടത്താൻ നമുക്ക് സാധിക്കണം. അതിന് എല്ലാവിധ സഹകരണങ്ങളും നേരുകയാണ്. ഏവർക്കും എന്റെയും ആഗ്ലൻ ഗ്രൂപ്പിന്റെയും ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ.